വീട്ടിൽ ചെന്നാൽ ഉടനെ എനിക്ക് കുളിക്കണം. അവളെ കണ്ടുപോയില്ലേ? സത്യം മതി ശാലിനി, ഇത്രയും മതി. നിന്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയാ മാതൃശ്രീ അടിച്ചത്. ഇനി ഇതിന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. എന്താ കുഞ്ഞേച്ചിയും കൂട്ടി എത്താൻ വൈകുന്നേ? ഇനി വരുവോടാ? നീ എന്തിനായി കൂട്ടിലിട്ട് വരികനെ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നേ? എന്റെ അച്ഛ അരമണിക്കൂർ തികച്ചു വേണ്ടല്ലോ ഇങ്ങോട്ട്. ഇതിപ്പോ 33 മിനിറ്റായി. ഓ, അതിനിടയ്ക്ക് മിനിറ്റ് വരെ വെച്ചേക്കുന്നു. ബ്രോ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, അതായിരിക്കും വൈകുന്നേ. എടാ, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോയിരുന്നെങ്കിൽ പറന്നിങ്ങ് വന്നേനെന്ന്. ഇത് കിഴങ്ങൻ ഡ്രൈവർ ഓടിക്കുമ്പോ കോളവണ്ടിയൊക്കെ ഇട്ട് നഷ്ടം നമ്മുടെ വണ്ടി. എടാ, അതൊന്നും ആയിരിക്കത്തില്ല കാര്യം. ഭാമയ്ക്ക് ശാലിനോട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? കണ്ണീരും പരസ്പരമുള്ള മാപ്പപേക്ഷയൊക്കെ ആയിട്ടേ അവർക്കിടയിലുള്ള മഞ്ഞൊന്ന് ഉരുവിട്ടടാ. ഇനി മഞ്ഞുരുകിയിട്ട് വേണമല്ലോ കാറി കയറാൻ. ഓ, എന്നിട്ട് ഡ്രൈവിങ്ങിനുള്ള സമയം വേറെ. സത്യം എത്തിയെന്ന്. എവിടെ പിള്ളേ? ആ മുടത്തല ഇത് മാറ്റണോ? എനിക്കിത് കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകണം, മുമ്പിൽ കഴിക്കുക. അയ്യോ, ആരതേ എടുത്തില്ലല്ലോ. ശാലിനി എവിടെ? ഭാമേ, ശാലിനി അമ്മേ, ശാലിനി എവിടെയെന്ന്? ഇനിയിപ്പോ പിന്നാലെ വേറെ കാറ് വരുന്നുണ്ടോ? വരുന്നുണ്ടടാ. അതിന് പിന്നാലെ വേറൊരു കാറും കൂടി ഉണ്ട്. അവൾക്ക് ഏതോ വായി നോക്കിക്ക് പറഞ്ഞ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങളും കുഞ്ഞെടുപ്പുകളും കെട്ടി പൊതിഞ്ഞെടുത്തോണ്ട്. അമ്മ ഇപ്പോഴത്തെ പറഞ്ഞേ, എന്റെ ശാലിനിക്ക് കുഞ്ഞോ? അതേടാ, അവൾക്ക് കുഞ്ഞു പറഞ്ഞിട്ട് 4-5 വർഷമായി. ഈശ്വര, സത്യം.
നിനക്ക് എന്നെ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? അമ്മേ വേണ്ട, അമ്മ വേണ്ടാത്തത് പറയരുത്. വേണ്ടാത്തതോ? എടാ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാടാ. സത്യമേ അത് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. എടാ, തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ എന്റെ കൊച്ചുകുട്ടിയാണോടാ? ഭാമേ, അതല്ല അവൻ ഉദ്ദേശിച്ചത്. നീ വേറെ ഏതെങ്കിലും കുട്ടിയെ കണ്ട് തെറ്റിദ്ധരിച്ചാണെങ്കിലോ? വേറെ ഏത് കുട്ടിയെ രാഘവേട്ട അവളെ അമ്മയെന്ന് വിളിക്കുന്നത്? അമ്മേ, അമ്മേ, എന്റെ ശാലി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. ഇല്ല. എടാ, അവള് നിന്നെ വഞ്ചിക്കായിരുന്നടാ. അമ്മേ, അമ്മ, ഇനി എന്റെ ശാലിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോരുത്. അമ്മ എനിക്ക് ജീവനാ. പക്ഷെ എന്റെ ശാലിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നു എനിക്കെന്നെ അറിയില്ലമ്മേ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പറയണ്ട. എനിക്ക് അവളെന്നോട് അങ്ങനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ഇനി സംസാരിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വേണ്ട, വേണ്ട, സംസാരിക്കണ്ട ഒന്നും. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ ശാലിനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്? നിന്റെ ഈ പ്രേമം ഉണ്ടല്ലോ, അത് തന്നെയോ നിന്റെ കണ്ണ് മൂടി കളഞ്ഞത്. എടാ, ഇത് തന്നെയാണ് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്. ഇങ്ങനെ നിന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞു 6 വർഷം നീ നോട്ട് കാത്തിരുന്നു. എടാ, ആ സമയം അവൾ എന്ത് ചെയ്യായിരുന്നു? നിന്നെ ഒരു നിമിഷം അവൾ വേണ്ട, വേണ്ട, ഒന്നും പറയണ്ട. എന്റെ ശാലിനിക്ക് എന്നെ മറക്കാൻ പറ്റില്ല. ഇല്ല അമ്മേ, എന്റെ ശാലിനിക്ക് എന്നെ മറക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഇനി എങ്ങനെയാണ് നിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? നീ വേറെ ഏതെങ്കിലും കുട്ടിയെ കണ്ട് ഇങ്ങോട്ട് പാടി വാ ഇവിടെ. നീ ശാലിനിയുടെ അനിയത്തിയല്ലേ? പറ, നിനക്കറിയായിരുന്നല്ലേ ശാലിനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്ന കാര്യം? ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ജന്മന തന്നെ ശ്യാമയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവാ. ഇവളുടെ കാര്യം അറിയുമ്പോ തന്നെ അത് താങ്ങാൻ വയ്യാതെ. സത്യമ്മ, ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കും അമ്മേ. നമ്മള് 4 പേരിൽ ഒതുങ്ങണം ഇക്കാര്യം. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. നിന്റെ രൂപത്ത് പോലും. ശാലിനിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു മാത്രമല്ല, ഒരു കുട്ടി കൂടിയുണ്ട്. എന്താ നീ ആലോചിക്കുന്നത്? പറ, അറിയായിരുന്നു? അറിയായിരുന്നു എന്ന് പറഞ്ഞ പപ്പിയുടെ ജനന രഹസ്യം കൂടി വെളിപ്പെടുത്തേണ്ടി വരും. എനിക്കെന്റെ പപ്പി മോളെ നഷ്ടപ്പെടും. എടി, എന്താ പറ? നിനക്കറിയാതെ വരില്ല. ശാലിനി ശാരദാമ്മയ്ക്ക് ഈ നാട്ടിലുണ്ടെന്ന് നിനക്ക് ആദ്യമേ അറിയായിരുന്നു. നീ അവരോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടല്ലേ രാഘവേട്ടൻ അവരെ അന്വേഷിച്ചു പോയത്? രാഘവേട്ടൻ കണ്ടില്ലേ ആ കുഞ്ഞിനെ? നീ എന്ത് ഭ്രാന്ത ഭാമ പറയുന്നേ? ഞാനൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവളറിയാതിരിക്കില്ല. പറയടി, നിനക്കറിയില്ലേ ശാലിനിയുടെ കുഞ്ഞിനെ കുറിച്ച്? അവള് വേറെ കല്യാണം കഴിച്ചിരുന്നോ?
സത്യമ്മ. കുഞ്ഞേച്ചിയെ കുറിച്ച് എനിക്ക് വിവരമൊന്നും അറിയില്ലായിരുന്നു. അമ്മയും കുഞ്ഞേച്ചിയൊക്കെ നാട്ടിലെത്തിയിട്ട് കുറച്ചു നാളായെങ്കിലും കുറച്ചു ദിവസം മുമ്പ് മാത്രം എന്നെ ഫോൺ ചെയ്യുന്നേ. ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ ആ വീട്ടിൽ പോയിട്ടുമില്ല. പിന്നെ എങ്ങനെയാ സത്യമേ ഞാൻ ആ കുഞ്ഞിന്റെ കാര്യമൊക്കെ അറിയുന്നത്? ക്ഷമിച്ചേക്കണേ കുഞ്ഞേച്ചി. മനസ്സുകൊണ്ട കാൽപാദങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുക. എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ശാലിനി അങ്ങനൊന്നും ചെയ്യില്ല. അയാൾക്കൊണ്ട് അങ്ങനൊന്നും പറ്റില്ല. 6 വർഷത്തിൽ ഒരു നിമിഷം പോലും അയാൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല. എടാ വിഷ്ണു, നമ്മുടെ തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്നത് സൂര്യനാണെന്നും ഇപ്പൊ പകലാണെന്നും ഉള്ളതുപോലെ തന്നെ എനിക്കുള്ള ഉറച്ച വിശ്വാസ ശാലിനി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതെന്നത്. ഇതാരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇല്ല, സമ്മതിച്ചു. ശാലിനിയോട് എനിക്ക് ശത്രുത തന്നെയായിരുന്നു, നീരസം ഉണ്ടായിരുന്നു. എടാ, അത് ഇന്നലെ വരെ. രാഘവേട്ട, ഉള്ളിലൊന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്ന സ്വഭാവം ഈ സത്യഭാമയ്ക്കില്ല. ഇന്നലെ വരെ അവളോടുണ്ടായിരുന്ന പിണക്കോ നീരസോ ഒക്കെ മാറ്റി വെച്ചിട്ട് ശാലിനി ഈ വീടിന്റെ മരുമകളായി സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളാ ഞാൻ. നിങ്ങളുടെ എല്ലാം നിർബന്ധം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റും, നിങ്ങളൊക്കെ ശരിയുമാണെന്ന്. പക്ഷേ ആ വിചാരം തന്നെ തെറ്റിപ്പോയി. ഞാൻ തന്നെയായിരുന്നു ശരി. ശാലി അവൾ കളക്ടറോ ആരും ആയിക്കൊള്ളട്ടെ, ഈ വീടിന്റെ മരുമകളായിരിക്കാൻ യോഗ്യതയില്ല അവൾക്ക്. അമ്മേ, നീ വാടാ. ഇനി നാളെ ആരും പറയരുത് എനിക്ക് ശാലിനിയോടുള്ള വ്യക്തിവിരോധം കൊണ്ട് ഞാനൊരു കഥ കെട്ടി ചമച്ചതാണെന്ന്. അതുകൊണ്ടാ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്. ഞാൻ നിനക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം. എന്താ നീ വരുന്നില്ലേ? വരാം. എന്റെ ശാലിനി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അയാള് തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ. എനിക്ക് വാടാ, നീ വാടാ. കേടാ. എന്തൊക്കെയാ അച്ഛാ ഈ സംഭവിക്കുന്നേ? ഏയ് ഒന്നുമില്ലടാ, ഭാമയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ പറ്റിയതാ. അവളുടെ കാര്യം നിനക്കറിയാലോ, വലിയ കാര്യമൊന്നും വേണ്ട മനസ്സിലൊന്നും സങ്കല്പിച്ച് കൂട്ടാൻ. ശാലിനിയെ കൂട്ട് അവൾ തനിച്ചു പോയപ്പോഴേ ഞാൻ കരുതി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പൊ എന്തായാലും വിഷ്ണു കൂടെ പോകുന്നുണ്ടല്ലോ കൂടെ, നന്നായി. തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനത് മാറ്റിക്കൊടുത്തോളൂ. തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറട്ടെ. ആ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ രോഹിത് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പപ്പിമോളെ രോഹിതിന് നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടനെയും. ആരെയാവും ദൈവം തുണയ്ക്കുക? ദേവി, ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം.
അതെ അതെ. ആ മനസ്സിലായോ ഇപ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ആ പഠിച്ചല്ല. ആ എന്താണ് രണ്ടുപേരും കൂടി? ഏയ് ഞങ്ങൾ ചുമ്മാ. ഇന്നൽപ്പം തിരക്കുള്ള ദിവസം അത് കഴിക്കുന്നതിനിടെ ദേവേട്ടനോട് സംസാരിക്കാന്ന് വിചാരിച്ചേ. രണ്ട് കാര്യവും നടക്കുമല്ലോ. നന്നായി. ഞാനും കഴിച്ചിട്ടില്ല. കളക്ടർമാരുടെ മെനു ഒക്കെ അറിഞ്ഞിരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവുമല്ലോ. ദേവേട്ട, പതിവായി കളക്ടർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന് അറിയണം. അതിനാ ദേവേട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയേ. അയ്യോ, അതിന് ഞാൻ കളക്ടറുടെ വീട്ടിലെ പാചകക്കാരനാവേണ്ടി വരില്ലേ? അല്ല ശാലിനി, അത് സർക്കാർ ജോലിയല്ലേ, എനിക്ക് കിട്ടൂ. അങ്ങനെ ഇപ്പൊ എടുക്കണ്ട. അങ്കിളിന്റെ ഒരു കൊതി. ഇത് വല്ലാത്തൊരു അക്രമമായി പോയി ശാലിനി. കളക്ടറുടെ മെനു പരിചയപ്പെടാമെന്ന പാവ എന്നെ. ദേവേട്ട, തമാശ കളിക്കല്ലേ. തേജസ്വിനിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ച. ഓ അത് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ദേവേട്ടൻ അതിനൊരു പരിഗണന കൊടുത്തില്ലല്ലോ. ശാലിനി, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇയാളുടെ കൂട്ടുകാരിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗുരുതരമായൊരു പ്രശ്നം. ചെറുപ്പം മുതലേ അവളെ പ്രേമിച്ചുകൊണ്ടിരുന്ന മുറച്ചെറുക്കൻ ഒരു സുപ്രഭാതത്തിൽ അവളെ തേച്ചിട്ട് പോയി. തേപ്പെന്ന് വെച്ചാ ഇന്റർനാഷണൽ തേപ്പ്. ആ കുട്ടിയുടെ അനിയത്തിയെ തന്നെ പ്രഗ്നന്റ് ആക്കി. ആ സങ്കടക്കടലിൽ കിടന്നൊഴലുകയാണ് ആ പാവം കൊല്ലം ജില്ലാ കളക്ടർ. അതാണല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന അടിയന്തരവും ഗുരുതരവുമായ പ്രശ്നം. സൂര്യൻ ചിലപ്പോ നാളെ ഉദിച്ചില്ലാന്ന് വരും. നാടും നാട്ടുകാരുമെല്ലാം അന്ധകാരത്തിലും ആവും. മതി പരിഹസിച്ചത്. ദേവേട്ടന് വേണ്ടെങ്കിൽ വേണ്ട. ആ കുട്ടിയെ ഇനി പരിഹസിക്കരുത്. അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവൾ അനുഭവിക്കുന്ന സങ്കടവും. ദേവേട്ട, തേജസ്വിനിക്കൊരു പ്രണയ പരാജയം ഉണ്ടായത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല. പക്ഷേ സൂര്യൻ നാളെ ഉദിക്കാതിരിക്കാം. ലോകം ചിലപ്പോൾ അന്ധകാരത്തിലാവുകയും ചെയ്യും. അവളെ തേജസ്വിനിയെ സംബന്ധിച്ച് മാത്രം. ശാലിനി, അവള് ചിലപ്പോൾ അത് ചെയ്യും ദേവേട്ട. വല്ലാത്തൊരു മാനസിക പീഡയിൽ കൂടിയാ അവളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. പുറമേക്ക് ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു പെണ്ണിനോ ആണിനോ പ്രാണനെ പോലെ ജീവിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുന്നത് ചുറ്റുമുള്ള ലോകത്തിന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലായിരിക്കും. അവനോ അവളോ മറ്റേയാളെ ചൊല്ലിക്കറിയുന്നത് എന്തിനാ? വേറെ പണിയില്ലേ എന്നൊക്കെ ചിലപ്പോൾ അവര് പരിഹസിക്കും, കുറ്റപ്പെടുത്തും. ചിലപ്പോൾ ജീവൻ ഒടുക്കിയാൽ പോലും ഒരു സഹതാപമോ പരിഗണനയോ കിട്ടണമെന്നില്ല. ലോകത്ത് വേറെ ആണില്ലേ പെണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് വരും. പക്ഷേ അവർക്ക് നഷ്ടമായത് എന്താണെന്ന് ചോദിക്കുന്നവർക്കറിയില്ല. അവരെ സംബന്ധിച്ച് ലോകം തന്നെ മറ്റേയാളായിരുന്നു. അതവസാനിച്ചു. പിന്നെ അവിടുന്ന് എങ്ങനെയാ വേറൊരാളെ കണ്ടെത്തുന്നത്? മറ്റൊരാളിലേക്ക് പോയില്ലെങ്കിലും സ്നേഹിക്കുന്നയാളെ പ്രതി ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. ശാലിനി, ഞാൻ തേജസ്വിനിയുടെ സങ്കടവും വേദനയൊക്കെ ഹൃദയം കൊണ്ട് തൊട്ടറിയുന്നതിനാല് നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ അവസരം ഒരുക്കി. ഇന്ദ്രനെ മറന്ന് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് അവളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ തന്നെ ഞാൻ ഏറെ പാടുപെട്ടു. ദേവേട്ടനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവള് വലിയ ഹാപ്പിയായിരുന്നു. പഴയതൊക്കെ മറന്ന് അവള് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന കഴിഞ്ഞ ദിവസമൊക്കെ ഫോണിൽ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി. അതിലെനിക്ക് സന്തോഷം തോന്നി. രണ്ടാളെയും എനിക്കറിയാലോ. എന്റെ സ്വന്തം ഏട്ടന്റെ സ്ഥാനത്ത് കണ്ട ദേവേട്ടനോട് തേജസ്വിനിക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ പറഞ്ഞത്.
പക്ഷേ ദേവേട്ടന് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക്. ശാലിനി, നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു സംശയം, ഒരേ ഒരു സംശയം. പ്രണയനഷ്ടം സംഭവിച്ച നായികയെ അവളുടെ ഒരു കൂട്ടുകാരി അയാളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ അതൊരുമാതിരി ക്ലീശ സീനല്ലേ? ഈ 2024 ആ പടമൊക്കെ ഓടുവോ? ദേവേട്ടന് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കാനല്ലേ പറഞ്ഞേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ ശാലിനി. അയ്യോ അങ്കിൾ കഴിച്ചില്ല. അങ്കിൾ പിണങ്ങി പോവാ. അങ്കിളിനെ വിളിക്കമ്മേ. അങ്കിളെ കഴിച്ചിട്ട് പോ.